നാരുട്ടോയുടെ പേരൻസ് ആയ മിനറ്റോയും കുഷിനെയും 9-tailed ബീസ്റ്റ് ആയിട്ടുള്ള കുറാമയിൽ നിന്നും വില്ലേജിനെ രക്ഷിക്കാനായിട്ട് തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയ വ്യക്തികളാണ്. മാത്രമല്ല അതേ 9-tailനെ നാരുട്ടോയുടെ ഉള്ളിൽ സീൽ ചെയ്യുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് നാരുട്ടോ ഒറ്റയ്ക്കാണ് വളരുന്നത്. എന്നാൽ ഇതിൽ മോസ്റ്റ് സർപ്രൈസിംഗ് ആയ ഒരു ഡിസിഷൻ ആയിരുന്നു നാരുട്ടോ 4th ഹൊക്കാഗെ ആയിട്ടുള്ള മീനറ്റോയുടെ മകനാണെന്ന സത്യം വില്ലേജിലുള്ള ആൾക്കാരിൽ നിന്ന് മറച്ചു വെച്ചതും. വില്ലേജിലുള്ള ആൾക്കാരിൽ നിന്ന് മാത്രമല്ല നാരുട്ടോയിൽ നിന്നും അത് മറച്ചു വെച്ചിരുന്നു. 3rd ഹൊക്കാഗെ ഹിരുസൻ ഇത് ചെയ്തതിന് പിന്നിൽ ഒരുപാടധികം സേഫ്റ്റി കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം അവനൊരു പവർഫുൾ ബ്ലഡ് ലൈനിൽ നിന്ന് വന്നവനാണെന്ന് അറിഞ്ഞാൽ അവന് നേരെ ഒരുപാടധികം ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈവൻ നാരുട്ടോയിൽ നിന്നും പോലും ഈ ഒരു ട്രൂത്ത് കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്ത് വെച്ചത്. ശരിക്കും അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ വില്ലേജിലുള്ള ആളുകൾ അവനൊരു മോൺസ്റ്റർ ആയിട്ടാണ് കണ്ടിരുന്നത്. അവന്റെ റിയൽ ഐഡന്റിറ്റി പോലും മനസ്സിലാക്കാതെ അവനെ ടോട്ടലി എല്ലാവരും അവോയ്ഡ് ചെയ്തു. നാരുട്ടോയ്ക്ക് എല്ലാവരും അവനോട് കാണിക്കുന്ന റിജക്ഷൻസ് ഒരു മീനിങ്ലെസ് അഗോണിയായി മാത്രം അനുഭവപ്പെട്ടു. ഒരുപക്ഷെ അവൻ അവന്റെ പേരൻസ് ആരാണെന്നും അവർ ചെയ്ത സാക്രിഫൈസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതിലൂടെ തന്നെ അവൻ ഒരുപാടധികം ഇമോഷണൽ സ്ട്രെങ്ത് കിട്ടിയേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ അനുഭവിച്ച വേദനകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് അവൻ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. എന്നിരുന്നാലും നാരുട്ടോയുടെ മെന്റൽ ഡൗൺഫോൾ ഒഴിവാക്കാൻ ഇറുക്ക സെൻസിയുടെ കെയർ ആൻഡ് കൈൻഡ്നസ് വലിയ റോൾ പ്ലേ തന്നെ ചെയ്തിരുന്നു. ഈവൻ ഇറുക്ക ഇല്ലായിരുന്നെങ്കിൽ നാരുട്ടോ ഒരു വില്ലനാകാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവനെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഹി കുഡ് ഹാവ് ഫേസ് ദ വേൾഡ് വിത്തൗട്ട് മോർ ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ്. സോ ഇതെന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്.